Hello, welcome to Chapters. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നുള്ളത് പറയും. അതിനുശേഷം ഇതിലെ പ്രിൻസിപ്പിൾ എന്തിന്റെ ബേസിലാണ് ഈ ഒരു ഒപ്റ്റിക്കൽ കേബിൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിലെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നു, അതിനുശേഷം ഏതെല്ലാം ടൈപ്പ് OFCs ഉണ്ട് എന്നുള്ളത്, അതിനുശേഷം ഇതിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗൈഡഡ് മീഡിയയിൽ വരുന്ന രണ്ട് കേബിൾസ് എന്നായിരുന്നു. അതിലൊന്ന് ട്വിസ്റ്റഡ് പെയർ ഉണ്ടായിരുന്നു, കൊയാക്സിൽ കേബിൾ ഉണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ ആളാണ് OFC എന്ന് പറയുന്നത്. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ അതുപോലെ തന്നെ കൊയാക്സിൽ കേബിൾ, ഈ രണ്ട് കേബിൾസിന്റെയും കേസിൽ നമുക്ക് വേണ്ടുന്ന ഡാറ്റയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫോമിൽ നമ്മൾ അതൊരു കോപ്പർ കണ്ടക്ടർ വഴിയായിരുന്നു ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് OFCയിലോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഡാറ്റയെ ലൈറ്റ് പൾസസിന്റെ ഫോമിനകത്ത്, അതും ഗ്ലാസ് വളരെ തിന്നായിട്ട് വരുന്ന ഗ്ലാസ് ഫൈബേഴ്സിന്റെ ഉള്ളിലൂടെയാണ് ഡാറ്റയെ പാസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ്. ഈ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റിന്റെ ഫോമിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് അത്രയും സ്പീഡോട് കൂടിയിട്ട് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കണം. ഓക്കെ, അത്രയാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിലെ പ്രിൻസിപ്പിൾ, എന്ത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഈ ഒരു OFC വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വർക്ക് ചെയ്യുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആ പേര് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഫൈബർ ഒപ്റ്റിക് കേബിൾ, അതായത് ഒപ്റ്റിക്സ് എന്നുള്ള ആ വേർഡ് കൺസിഡർ ചെയ്യാം. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു ലൈറ്റിന്റെ പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്സിനകത്ത് ഒപ്റ്റിക്സ് എന്നുള്ള പോർഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതൊന്ന് നമുക്ക് പൊടി തട്ടിയെടുക്കാം. സോ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ഡയഗ്രാംസ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ്. അപ്പോൾ ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് ആകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ആകട്ടെ, അതിലൊക്കെ ഒരു ഡീവിയേഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് തന്നെ ഓരോ മീഡിയം എന്ന് പറയുമ്പോൾ ഓരോ ഡെൻസിറ്റി ആയിരിക്കും. ഇപ്പോൾ വാട്ടറിനുള്ള ഡെൻസിറ്റി ആയിരിക്കില്ല എയറിന് വരുന്നത്, എയറിനുള്ളതായിരിക്കില്ല വാക്വത്തിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രിസത്തിലാകുമ്പോൾ മാറും. അതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒത്തിരി ഡീവിയേഷൻ ഒന്നും വരില്ല. പക്ഷേ എങ്കിൽ കൂടി അവിടെ ഡീവിയേഷൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ വാക്വം കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ വാക്വം എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ ലൈറ്റിന് പോകാൻ പറ്റും. പക്ഷെ അത്ര തന്നെ സ്പീഡിൽ എയറിൽ പോകാൻ പറ്റില്ല, അത്ര തന്നെ സ്പീഡിൽ വാട്ടറിനകത്ത് പോകാൻ പറ്റില്ല. അപ്പൊ അത് ഡെൻസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയംസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഏത് റേസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ റേസ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷനും സംഭവിക്കും, അതുപോലെ തന്നെ റിഫ്ലക്ഷനും സംഭവിക്കും. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് മീഡിയത്തിൽ നിന്നാണോ വന്നത് ആ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരുന്നതിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മീഡിയത്തിൽ നിന്നും മറ്റേ മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിലുണ്ടാവുന്ന അതിന്റെ പാത്തിലുണ്ടാവുന്ന ചെറിയൊരു ബെൻഡ് അല്ലെങ്കിൽ ഒരു ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസ് 1 ഇതിൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. വാട്ടറിന് എയറിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു പിക്ചർ കൺസിഡർ ചെയ്താൽ ഇതിലുള്ള ഈ ഗ്രീൻ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു വെള്ളത്തിന്റെ സർഫസ് ആണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇവിടെ റെഡ് ലൈൻ കാണാം. റെഡ് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇമാജിനറി ലൈൻ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു റേ പാസ് ചെയ്യുന്ന സമയത്ത് അത് എത്ര കണ്ട് ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ഇമാജിനറി ലൈൻ വരച്ചു വെച്ചേക്കാണ്. പിന്നീട് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ തന്നെ ഇപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ നിന്നാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റും. സ്ട്രെയിറ്റ് ആയിട്ട് പോകാന്ന് പറയുമ്പോൾ ഇവിടെ ബെൻഡ് ഒന്നും വരുന്നില്ല, ദാറ്റ് മീൻസ് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഇതേ ലൈനിലൂടെ വരികയും ചെയ്യും. ഓക്കെ, അത് ഈ ഒരു കേസിൽ മാത്രമേ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു കേസിൽ മാത്രമേ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കേസസിലെല്ലാം ചെറിയൊരു ഡീവിയേഷൻ, അതായത് റിഫ്രാക്ഷൻ എന്നുള്ളത് അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സപ്പോസ് നമ്മുടെ വാട്ടർ എന്നുള്ള മീഡിയത്തിൽ നിന്നാണ് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ടോർച്ച് എടുത്തുകൊണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ഇതിലേ പോയും, ഇവിടെ എത്തും, ഈ സർഫസിലെത്തും. സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഇവിടെ നേരിട്ട് ആ ലൈൻ പോകും. അതായത് ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി
കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒറിജിനൽ ലൈന് ഈ ഒരു വാട്ടറിൽ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ച ഇമാജിനറി ലൈനുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വിചാരിച്ചതനുസരിച്ച് ഈ ഡോട്ടഡ് ലൈൻ ഇത് പാസ് ചെയ്യുന്നില്ല, പകരം അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, വാട്ടറിന് ഹൈ ഡെൻസിറ്റി ആണ്, എയറിന് ലോ ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് ലോ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് ഈ ഇമാജിനറി ലൈൻ ഉണ്ടല്ലോ, അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് വലുതായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ ഉദ്ദേശിച്ച ലൈനിൽ നിന്നും ഒന്നും കൂടി താഴ്ന്നിട്ടാണ് ഈ ഒരു റേ ഇതിനെ റിഫ്രാക്ട് ചെയ്തിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്നുള്ളത് വലുതാകാനുള്ള കാരണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസിലോട്ട് പോവാം. ഇതേ ലൈനിൽ തന്നെ നമ്മൾ ടോർച്ച് ഇവിടെയായിരുന്നു ആദ്യത്തേൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി മൂവ് വെച്ചിട്ട് കുറച്ചും കൂടി ആംഗിൾ ഒന്നും കൂടി വലുതാക്കി. അതായത് ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ഒരു ഇൻസിഡന്റ് ആംഗിൾ എന്നുള്ളത് കുറച്ചും കൂടി വലുതാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ റേ നേരെ പോകുന്നതിന് പകരം ഈ ഒരു സർഫസിലൂടെ പോകാൻ തുടങ്ങി. സർഫസിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റേ റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു റിഫ്രാക്ട് ചെയ്ത് പോയി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈന് ഈ സർഫസിലൂടെ പോകുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാളിന് മാത്രമേ ഈ ഒരു ലൈറ്റ് ഇവിടുന്ന് കാണാൻ പറ്റത്തുള്ളൂ. അന്നേരം ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ എന്നുള്ളത് മാറിയിട്ട് അതിവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എത്തുന്ന സമയത്താണ് ഇത് സർഫസിന് പാരലൽ ആവുന്നത്. അപ്പൊ ആ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നമുക്ക് കേസ് 3 പോവാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ യൂഷ്വലി നമ്മുടെ എയറും അതുപോലെ തന്നെ വാട്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ ഒരു 40-50 ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിപ്പോ നമ്മളിപ്പോ എയറും അതുപോലെ തന്നെ പ്രിസം തമ്മിൽ ഉണ്ടാക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ സെയിം ആയിരിക്കണം എന്നില്ല, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓരോ മീഡിയത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആ ക്രിട്ടിക്കൽ ആംഗിൾ അതിനനുസരിച്ചിട്ട് മാറിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇനി നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ, ഈ ഒരു ആംഗിൾ ഒന്നും കൂടി കൂട്ടുകയാണ്. അപ്പൊ നമ്മൾ കേസ് 3 എത്തും. അപ്പൊ കേസ് 3 എന്ത് സംഭവിക്കുന്നു? ഇവിടെ പാരലലി നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ട് പോയിരുന്ന ആ ഒരു റേ അവിടെ നിന്നും മാറിയിട്ട് തിരിച്ച് വാട്ടറിലോട്ട് തന്നെ പോരുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മീഡിയത്തിൽ നിന്ന് വന്നോ അതേ മീഡിയത്തിലോട്ട് വരുന്നു. എന്ന് വെച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? റിഫ്ലക്ഷൻ ആണ്. ഒരു റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നില്ല, പകരം ഫുള്ളായിട്ട് റിഫ്ലക്ഷൻ. അതായത് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന റേ ഏത് മീഡിയത്തിൽ നിന്നാണോ അതിലേക്ക് തന്നെ ടോട്ടലി അങ്ങ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. നമ്മൾ കേസ് 2 എടുക്കുകയാണെങ്കിലും കേസ് 1 എടുക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ റേക്ക് എന്ത് സംഭവിക്കുന്നു? റേ ഇവിടെ റിഫ്രാക്ട് ചെയ്ത് പോകുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സംഭവിക്കുന്നുണ്ട്. ഈ കേസ് 2ന്റെ കേസിലാണെങ്കിൽ ഒരു 90 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ആ റേ ഒരിക്കലും റിഫ്രാക്ട് ചെയ്ത് പോവാതെ ഏത് മീഡിയത്തിലാണോ വന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന്റെ ഉള്ളിൽ ഇതുപോലെ റേസ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട് പുറത്തോട്ട് പോകാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊയാക്സിയൽ കേബിളും ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കേസിൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ഡാറ്റ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിന്റെ ഫോമില് കോപ്പർ കണ്ടക്ടർ വഴിയായിരുന്നു പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ OFC-ലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു കണക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനേക്കാൾ തിൻ സൈസ് വരുന്ന ഗ്ലാസ് ഫൈബേഴ്സ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ഉള്ളിൽ ലൈറ്റ് പൾസസിന്റെ ഫോമിലാണ് നമുക്ക് വേണ്ടുന്ന ഡാറ്റ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കി 2 കേബിൾസിനെ അപേക്ഷിച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ മൂവ്മെന്റ്സ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതിലെ സ്ട്രക്ചറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇതിന്റെ ഇന്നർ പോർഷനിൽ വരുന്ന പാർട്ടിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ വളരെ തിന്നായിട്ടുള്ള സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത്. അത് ഗ്ലാസിന്റെ വളരെ തിൻ സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് കോറാണ്. ഓക്കെ, ഇതിലെ വഴിയാണ് നമുക്ക് വേണ്ടുന്ന ലൈറ്റ് പൾസസിനെ പാസ് ചെയ്യുന്നത്. പിന്നീട് അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള പോർഷനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഇവർ രണ്ടും തമ്മിലുള്ള ഡെൻസിറ്റിയിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഹൈ ഡെൻസിറ്റി ആണ് ഉള്ളിൽ വരുന്നതെങ്കിൽ ലോ ഡെൻസിറ്റി ആയിരിക്കും ക്ലാഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ രണ്ടിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ യൂഷ്വലി ഏത് കേബിളിനും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ജാക്കറ്റ് കൂടി ഉണ്ടായിരിക്കും. അതായത് എക്സ്റ്റേണൽ ഹസാർഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില പിക്ചേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ലെയേഴ്സ് ആയിട്ട് കാണാം. അത് നമ്മൾ എവിടെയാണോ ഈ ഒരു OFC യൂസ് ചെയ്യുന്നത് ആ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള
കവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ട് ഈ ഒരു സ്ട്രക്ചറിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു നോക്കാം. അതാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഈ ക്രോസ് സെക്ഷൻ വഴി നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ്സ് എന്നുള്ളത് നോക്കാം. സോ നമ്മളിവിടെ പറഞ്ഞു ഏറ്റവും ഉള്ളിൽ വരുന്നത് കോർ എന്നുള്ള പോർഷൻ ആണ്. ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് ഡൗട്ട് വരാനുള്ള അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഹോൾ ഉണ്ടായിരിക്കും, പൈപ്പ് പോലെ ആയിരിക്കും, അതിൻ്റെ ഉള്ളിലാണ് ഡാറ്റ അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് പൾസസ് മൂവ് ചെയ്യണം എന്നുള്ളൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു കേസിലല്ല, ഇത് ഇതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈബർ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഇതിപ്പോൾ ക്ലോസ്ഡ് അല്ല, അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈബർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിലേക്കാണ് ലൈറ്റ് പൾസസ് പാസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സോഴ്സും വേണം. അപ്പൊ നമ്മളിവിടെ ഈ കോർ എന്നുള്ള ഈ ഒരു പോർഷൻ എടുക്കുകയാണ്. കോറിനുള്ളിലേക്ക് ഇവിടെ നിന്ന് ഒരു സോഴ്സ് ഉണ്ട്. ഈ സോഴ്സ് വഴി ലൈറ്റ് പൾസസ് പാസ് ചെയ്യണം. പാസ് ചെയ്യുമ്പോൾ 3 രീതിയിൽ ലൈറ്റ് പൾസസ് പോകാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റേനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കോറിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല, പകരം അതിന്റെ ആ ഒരു ആംഗിൾ കാരണം അത് പുറത്തോട്ടാണ് പോകുന്നത്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ലാഡിങ്ങും കഴിഞ്ഞിട്ട് അത് ജാക്കറ്റ് എന്നുള്ള ആ ഒരു സർഫസിലോട്ട് ടച്ച് ചെയ്ത് അത് അബ്സോർബ് ആയിട്ട് അതായത് പുറത്തേക്ക് പോവാൻ ലോസ് ആവാണ് ചെയ്യുന്നത്. പിന്നെയുള്ള രണ്ടാമത്തെ പോസിബിലിറ്റി നോക്കാം. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ ഒരു റേ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിൽ അവിടെ പിന്നെ വേറെ ഒരു ഒബ്സ്റ്റാക്കിൾസും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് കൂളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. നമുക്ക് വേണ്ടുന്ന ഡാറ്റ വളരെ സിമ്പിൾ ആയിട്ട് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ല രീതിയിലാണ് പോകുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? പ്രൈമറി മോഡ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് വേറെ ഒബ്സ്റ്റാക്കിൾസ് ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ആ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഈ മൂന്നാമത്തെ റേ പോകുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ റേ നേരെ പോയിട്ട് കോറിന്റെ അതേപോലെ തന്നെ ക്ലാഡിങ്ങിന്റെയും ആ ഒരു സർഫസിൽ തട്ടുന്നു. അവിടെ നിന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ തിരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇപ്പുറത്തെ സൈഡിലോട്ട് വരും. ഇവിടെയും ഇതേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അത് വീണ്ടും തെറിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. അപ്പൊ ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തല്ലോ. ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഒരു തേർഡ് റേ പാസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരിക്കലും കോറിന്റെ പുറത്തോട്ട് പോകുന്നില്ല. ഏതെങ്കിലും ഒരു ഫോമിൽ ആ ഒരു ഡാറ്റ അല്ലെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് പൾസസ് അതിന് എവിടെയാണോ എത്തേണ്ടത് ആ എത്തേണ്ടുന്ന രീതിയിലോട്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ പോവുകയാണ്, ലോസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിൽ മൂന്നാമത്തെ ടൈപ്പിൽ നമ്മൾ പറഞ്ഞ ആ റേഡ്സിന്റെ മൂവ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഞാൻ ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്ങനെയാണെന്ന്. നമ്മളിപ്പോ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതുപോലെയായിരിക്കും OFC-ക്കകത്ത് ലൈറ്റ് പൾസസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഏതെല്ലാം ടൈപ്പ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സിംഗിൾ മോഡ്, സെക്കൻഡ് വൺ മൾട്ടി മോഡ്. ഇതിൽ സിംഗിൾ മോഡ് ആ പേര് പറയുന്നത് പോലെ തന്നെ അതിലൂടെ പാസ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ മോഡ് ഓഫ് ലൈറ്റിനെ മാത്രമേ പാസ് ചെയ്യിക്കുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോർ എന്ന് പറയുന്നത് വളരെയധികം തിന്നായിരിക്കും. അതിലെ ഡയമീറ്റർ ഓൾമോസ്റ്റ് നമ്മൾ അതിലൂടെ പാസ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് വേവ്സ് പാസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോവുക. അപ്പൊ അതിനെക്കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അറ്റുനേഷനോട് കൂടിയിട്ട് ഹൈ ബാൻഡ് വിഡ്ത്തോട് കൂടി ഡാറ്റ അല്ലെങ്കിൽ ഈ സിഗ്നലിനെ പാസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് കറക്റ്റ് ആയിട്ട് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തേതാണ് മൾട്ടി മോഡ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി മോഡിനകത്ത് മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് ലൈറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ സിംഗിൾ മോഡിനകത്ത് കോർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഡയമീറ്റർ സൈസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൾട്ടി മോഡിനകത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വലിയ ഡയമീറ്റർ സൈസ് ആയിരിക്കും കോറിന് ഉണ്ടായിരിക്കുക. ഇനി മൾട്ടി മോഡിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് ഇൻഡെക്സ് എന്നും ഗ്രേഡഡ് ഇൻഡെക്സ് എന്നും. സ്റ്റെപ്പ് ഇൻഡെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത അതേ പ്രൊസീജിയറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് റേ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ചെണ്ണം അബ്സോർബായി പുറത്തോട്ട് പോകുമ്പോൾ അബ്സോർബായി പോകും, കുറച്ച് പേര് സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്യും. പിന്നെ ചില റേസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയും പാസ് ചെയ്തിട്ട് പോകും. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ സ്റ്റെപ്പ് ഇൻഡെക്സിനകത്തും പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഗ്രേഡഡ് ഇൻഡെക്സ്. ഇനി ഗ്രേഡഡ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സിൽ നിന്നും ഗ്രേഡഡ് ഇൻഡെക്സിലേക്ക് അതിലെ കോറിൽ തന്നെയാണ് മെയിൻ ചേഞ്ച് വരുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ കോറ് കൺസിഡർ ചെയ്യുമ്പോൾ കോറിന്റെ ഉള്ളിൽ ആ കോറ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലായിരിക്കും. ഒന്നുകൂടി ക്ലിയർ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോറിന്റെ ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൽ തന്നെ ഒരു സെന്റർ പോയിന്റിൽ നിന്നും പുറത്തോട്ട് വരുന്ന സമയത്തേക്ക് അതിൽ
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു മൊത്തം കോർ തന്നെ ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഒരു ലൈറ്റ് റേ വരുന്ന സമയത്ത്? ഇതുപോലെ ഇവിടെ ഒരു ലൈറ്റ് റേ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകും. ഇനി അതെല്ലാം ചെറിയൊരു ഡീവിയേഷനോട് കൂടിയാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനുള്ളിലൂടെ കടന്നു പോകും. പാസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിന്റെ ഈ എൻഡ് വരെ, ഈ ഒരു ടോപ്പ് പോർഷനിലോട്ട് അല്ലെങ്കിൽ ഈ ലോവർ പോർഷനിലോട്ട് വരുന്നത് വരെയും അതിങ്ങനെ കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ആദ്യം പാസ് ചെയ്യേണ്ടി വരിക, അതിനേക്കാൾ കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലായിരിക്കും അടുത്തയിലോട്ട് പോകുമ്പോൾ, അതിനേക്കാൾ കുറഞ്ഞതായിരിക്കും അടുത്തയിലോട്ട് പോകുമ്പോൾ. ഇതെല്ലാം പോകുന്നത് ഒരു റേ ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റേക്ക് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്നും അടുത്തയിലോട്ട് പോകുമ്പോൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്തു പോകും. അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വീണ്ടും കുറയുമ്പോൾ ഒന്നും കൂടി ഡീവിയേറ്റ് ചെയ്തു. അങ്ങനെ പോയി ഇതിങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഈ റേ പോകുന്നത് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനായിട്ടല്ല പോകുന്നത്, പകരം എന്തായിട്ടും ചെറിയൊരു കേർവ്ഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ പോയി ഈ ക്ലാഡിങ് എത്താറാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? തിരിച്ചു വരാണ് തുടങ്ങുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്തും ഇത് കേർവ്ഡ് ഷേപ്പിലോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു റേ എന്ന് പറയുന്നത് ഇതുപോലെ കേർവ്ഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഗ്രേഡഡ് ഇൻഡെക്സിൽ നടക്കുന്നത്. ഇതിനെക്കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജസ് എന്താണ്? കൂടുതലായിട്ടും ഇതിനകത്ത് അറ്റുനേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് OFC കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? ലോ അറ്റുനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സിഗ്നൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് വേവ്സ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വേവ്സ് മിസ്സാവുക അല്ലെങ്കിൽ പുറത്തോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ കുറവ്. അറ്റുനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ കുറവാണെന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, വെരി ഹൈ ബാൻഡ് വിഡ്ത്ത്. ഏറ്റവും കൂടുതൽ അറ്റ് എ ടൈമിൽ ഒരുപാട് ഡാറ്റാസിനെ നമുക്ക് ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സ്മോൾ സൈസ് ആൻഡ് ലോ വെയിറ്റ്. വെയിറ്റും കുറവാണ്, അതുപോലെ തന്നെ സൈസും ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ വളരെ ഹാൻഡി ആയിരിക്കും എന്ന് പറയാം. നെക്സ്റ്റ് വൺ, നോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ രണ്ട് കേബിൾസ്, അതായത് കൊയാക്സിൽ കേബിളും ടിസ്റ്റൂഡും ഒക്കെ പറഞ്ഞപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഒരു വലിയ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കാരണം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് ആണ്. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോങ്ങർ ഡിസ്റ്റൻസ് ഡ്യൂ ടു ലെസ് പവർ ലോസ്. പവർ ലോസ് വളരെ കുറവായതുകൊണ്ട് തന്നെ കുറേ ദൂരം നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരുപാട് കൺട്രീസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഈ OFC കേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡിസഡ്വാൻറ്റേജസ്. ആസ് കമ്പയർഡ് ടു അഡ്വാൻറ്റേജസ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഇവിടെ പറയാനുള്ളൂ. ഫസ്റ്റ് പറയുന്നത് എക്സ്പെൻസീവ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. അതായത് നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് മെറ്റീരിയൽസ് വഴിയാണ് ചെയ്യുന്നത്. ഗ്ലാസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിലിക്ക മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ OFC എന്ന് പറയുമ്പോൾ പല ഏരിയാസിലും പല ടൈപ്പിലുള്ള യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ കോറിൽ തന്നെ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോട് കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലെല്ലാം ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇൻസ്റ്റോളേഷൻ എന്ന് പറയുന്നതും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ദെൻ രണ്ടാമത്താണ് ഫ്രാജിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഗ്ലാസിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് മെറ്റീരിയൽസ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ഹൈ പ്രിസിഷൻ റിക്വയർമെന്റ്. പ്രിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ലൈറ്റ് സോഴ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് സോഴ്സ് കറക്റ്റായി അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ ഔട്ട്പുട്ടിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു അറ്റുനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ലൈറ്റ് വേവ്സിന് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള പ്രിസിഷൻസ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.